ദുബായിൽ ബിസിനസ്സുകാരനായിരുന്ന ഒരാൾ അതെല്ലാം ഉപേക്ഷിച്ച് യോഗ ഗുരുവായതിൻ്റെ കഥയാണിനി. ജയേഷ് ജനാർദ്ദൻ്റെ യോഗ പഠനം മാറ്റിമറിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്കാണ് യോഗയുടെ പാഠങ്ങൾ ജയേഷ് പകർന്നു നൽകുന്നത്. ഇപ്പോൾ ജയേഷ് ജനാർദ്ദൻ്റെ ജീവിതം യോഗയ്ക്കൊപ്പമാണ്. സ്ട്രെസ് മാറാൻ ധ്യാനം അഭ്യസിക്കാനുള്ള തീരുമാനം ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. പല പ്രായത്തിലും പല സാഹചര്യത്തിലുമാണ് ആളുകൾ യോഗ അഭ്യസിച്ച് തുടങ്ങുന്നത്. അതുതന്നെയായിരുന്നു ജയേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ദുബായിൽ മോശമല്ലാതെ ബിസിനസ് ചെയ്യുകയായിരുന്നു ജയേഷ്. പക്ഷേ ഇടയിൽ ജീവിതത്തിലേക്ക് എത്തിയ യോഗ പരിശീലനം മറ്റൊരു വഴിക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. സ്വന്തം ബിസിനസ്സും പരിപാടിയൊക്കെ ആയിരുന്നു. കുറച്ചിങ്ങനെ ഒരു സ്ട്രെസ്ഫുള്ളായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അഡ്വൈസ് ചെയ്തത്. ഇങ്ങനെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ബേസിക് കോഴ്സാണത്. മെഡിറ്റേഷൻ അതാണ് മെയിനായിട്ട്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി പോയി. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ അത് ഒരുപാട് മാറ്റങ്ങൾ അത് കൊണ്ടുവന്നു ആ ഒരു കോഴ്സ് ചെയ്തതോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കതിനോട് ഭയങ്കര ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്യുമായിരുന്നു. നമ്മൾ ആ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ അത് ഞാൻ മെഡിറ്റേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, യോഗ ഫിസിക്കൽ അതിൻ്റെ ആസ്പെക്റ്റ് അല്ല. അങ്ങനെ കുറച്ച് കാലം അതങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ തന്നെ ഒരു ഷിഷി സ്കൂൾ ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൻറ്ററുണ്ട് ബാംഗ്ലൂർ, യോഗ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കോഴ്സ് ഇവിടെ ഓർഗനൈസ് ചെയ്തായിരുന്നു, ഒരു 200 hours ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു ക്വാളിഫൈഡ് ടീച്ചറായി. സ്വന്തം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മാത്രമായി യോഗയെ ഒതുക്കാതെ കാണുന്നവരെയെല്ലാം യോഗയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം. ദുബായ് പോലുള്ള ഒരിടത്ത് യോഗ അഭ്യസിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതോടെ ബിസിനസ് ഒഴിവാക്കി യോഗ പരിശീലകനാകുകയായിരുന്നു. ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യം ചെയ്തതെല്ലാം ബിസിനസ്സെല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ മാറ്റങ്ങളാണ് എനിക്ക് പ്രചോദനമായത്. കാരണം എൻ്റെ ഒരു എക്സ്ട്രീംലി സ്ട്രെസ്ഡ് ആയ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം എനിക്കതിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ തന്നെ ഭയങ്കര ഒരു ഇൻസ്പയർഡ് ആയിപ്പോയി. അപ്പം ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഇതൊരു പ്രൊഫഷനാക്കി എടുത്തുകൂടാ. കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് ഒരു ഏർബൻ സൊസൈറ്റിയിൽ വളരെയധികം സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫാണ് പൊതുവേ എല്ലാവരും. കാരണം ഇപ്പോൾ അതൊരു നോർമലായി, നമ്മളതൊരു സ്ട്രെസ്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലും ഇല്ല. മനസ്സിലായില്ലേ? നമ്മളൊരു നോർമൽ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ഹെവിലി സ്ട്രെസ്ഡ് ആണ്. ഒരു മെഷീൻ പോലെ ഒരു മെക്കാനിക്കൽ ലൈഫാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ജയേഷിന് ഒരു പേര് ലഭിച്ചു, അർബൻ യോഗ ഗുരു. ഇന്ന് വിവിധ രാജ്യക്കാരായ നിരവധി ശിഷ്യന്മാരുണ്ട് ജയേഷിന്. ലോകം യോഗ അറിയുകയാണ് ഇദ്ദേഹത്തിലൂടെ. ഇതിലിപ്പം സ്റ്റുഡൻസ് ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് ഇപ്പോൾ. പക്ഷേ കൂടുതലും പേഴ്സണൽ സെഷൻ. എനിക്കിപ്പോൾ സ്റ്റുഡിയോ ഒന്നുമില്ല. ഞാനിങ്ങനെ പ്രൈവറ്റ് ക്ലയൻസിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പം ഇന്ത്യൻസ് ഉണ്ട്, ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട്, മറ്റുള്ള നാഷണാലിറ്റീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. യോഗ പഠിക്കാനെത്തുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ജയേഷിന്റെ സാക്ഷ്യം. പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ് യോഗ പഠിക്കാനെത്തുന്നത്. അസുഖം മാറണം, ഭാരം കുറയണം, സൗന്ദര്യം സംരക്ഷിക്കണം, അങ്ങനെ ആവശ്യങ്ങൾ നീണ്ടുപോകും. ചിലർ നന്നായി ഉഴപ്പുമ്പോൾ യോഗയെ ഗൗരവമായി കാണുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. എല്ലാവരും ഇതിനെ തുടക്കത്തിൽ യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫിസിക്കൽ എലിമെൻ്റാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക. നമ്മൾ കുറേ പോസ്റ്റേഴ്സ് ചെയ്യുന്നു, നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആവുന്നു, തലകുത്തി നിൽക്കുന്നു, കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു.
അതിൻ്റെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റാണ് എല്ലാവരും പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ആൾക്കാർ പൊതുവെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ്, ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട്. പലർക്കും ഒരുപാട് നേരം ഇരുന്നിട്ടൊക്കെ പലർക്കും ഹിപ്പ് പെയിൻ, മറ്റേ സാറ്റിക്ക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലർക്ക് തീരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു കാരണത്തിനാണ് അധികം ആൾക്കാരും വിളിക്കുക. പക്ഷേ നമ്മളതിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പ്രാണായാമം, ചെറിയ ബ്രെത്ത് വർക്ക്, പിന്നെ അതുകൂടാതെ മെഡിറ്റേഷൻ, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു കുറച്ച് ക്ലാസ്സസ് ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്കും അതിനോടൊരു ഭയങ്കര താല്പര്യം, കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കര കാമാവും. അപ്പോൾ അവർക്ക് അതിനോട് ഭയങ്കര ഒരു താല്പര്യം വരാൻ തുടങ്ങും. സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് യോഗ. യോഗയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും താളം ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു. പ്രായഭേദമില്ലാതെ ഏവർക്കും പരിശീലിക്കാൻ പറ്റുന്ന ഒരു ജീവിതചര്യയാണ് യോഗയെന്ന് ജയേഷ് പറയുന്നു. മനസ്സ് ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന യോഗ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. എല്ലാവരും ചെയ്യണം. എത്ര ഒന്നും വേണ്ട. നമ്മൾ വെറുതെ ഇരുന്നിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് കോൺഷ്യസ് ആയിട്ട് ബ്രീത് ചെയ്യുകയാണെങ്കിൽ അതും യോഗയാണ്. മനസ്സിലായില്ലേ? യോഗ എന്ന് പറയുന്നത് മാറ്റിൽ മാത്രം സംഭവിക്കുന്ന ഒരു സാധനമല്ല. യോഗ എന്ന് പറയുന്നത് ജീവിത രീതിയാണ്. അത് നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും, നമ്മൾ ആൾക്കാരോട് പെരുമാറുന്നതിലും, നമ്മൾ ഈ സമൂഹത്തെ നോക്കി കാണുന്നതിലും, നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി, നമ്മളുടെ സംസാരം, നമ്മളുടെ നോട്ടം, ഇതിലെല്ലാം യോഗയുണ്ട്. ഈ ഓരോ കാര്യങ്ങളും റിഫൈൻ ചെയ്ത് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആവുക, നമ്മളൊരു ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആവുക എന്നുള്ളതാണ് യോഗയുടെ പരമമായ ലക്ഷ്യം. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ യോഗികളാണ്. കാരണം എല്ലാവരും ആ ഒരു യോഗിക്ക് എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ ദിവസവും ഓരോ സമയത്തും കടന്നു പോകുന്നത്. നമ്മളത് റിയലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. രോഗവും രോഗഭീതിയും ഇല്ലാത്ത ജീവിതം ഉറപ്പു നൽകുകയാണ് ഈ യോഗാചാര്യൻ. എല്ലാവരും നിർബന്ധമായി യോഗ അഭ്യസിക്കണമെന്ന അഭ്യർത്ഥനയും ജയേഷ് പങ്കുവെക്കുന്നു. പ്രത്യേകിച്ച് പ്രവാസികൾ. ജോലിഭാരത്തോടൊപ്പം മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ആശ്വാസം ലഭിക്കാൻ യോഗ സഹായിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. നിർബന്ധമായിട്ടും എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയൊരു യോഗ പ്രാക്ടീസ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ സത്യം. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നത് പോലും ഇല്ല. നമ്മളതിന് മനസ്സിലാക്കുന്നേ ഇല്ല. നമ്മളതൊരു നോർമൽ ലൈഫാണിപ്പോൾ. ഒരാൾ ഇവിടെ ഉണ്ട്, രാവിലെ പോകുന്നു, വരുന്നു, ഓഫീസിലാകെ ബഹളം, മറ്റേ കുറേ സമയം ഇരിക്കുന്നു, പല പ്രശ്നങ്ങൾ, ഈ സ്ട്രെസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. എനിക്ക് അങ്ങനെയാണ്. അപ്പം ഇതൊരു നോർമൽ ലൈഫാണ്. പക്ഷേ എനിക്കത് നോർമൽ ലൈഫല്ല. പല അസുഖങ്ങളും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്കൽ ബോഡിയിലല്ല, ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മൈൻഡിലാണ്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആകുമ്പോൾ ഓരോരോ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരാൻ തുടങ്ങും. ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനാണ്. ചില ആൾക്കാർ പറയും എനിക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ടയേർഡാവുന്നു, ഐ ഫീൽ ഭയങ്കര സ്ലീപ്പി, അങ്ങനെ പല. ഇതെല്ലാം ബോഡിയിലേക്ക് ഇത് വരുന്നതിന് മുമ്പേ നമ്മുടെ മൈൻഡിൽ ഇത് ഓൾറെഡി ഉണ്ട്. അപ്പം ഇവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ആൾക്കാർ അങ്ങനെ ഒരു മെക്കാനിക്കൽ ലൈഫ് അങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മൊത്തം എല്ലാ കാര്യത്തിനെയും അത് ഒന്ന് റിഫൈൻ ചെയ്യും. മനസ്സും ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന യോഗ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ജയേഷിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്.